കിരൺ, 250 കോടിയുടെ പ്രോജക്ടിന്റെ എഗ്രിമെന്റ് ആണ് നിങ്ങൾ ഈ കീറി കളഞ്ഞിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും കൂടി തുടങ്ങി വെച്ച ബിസിനസ് മാത്രമേ ഇതുവരെ വളർന്നിട്ടുള്ളൂ. ഇത് നമുക്ക് കോംപ്രമൈസ് ചെയ്തൂടെ? നോ. ദിൽജിത്ത്, എന്താണ് പ്രശ്നം? This is a silly matter, sir. Silly matter. ആ പറഞ്ഞ ശരിയാണോ? അവൻ പറഞ്ഞ ഇംഗ്ലീഷ് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ മീറ്റർ പിടിക്കാൻ നോക്കും മാക്സിമം. അതാണ് ചോദിച്ചത്. പിന്നെ അവൻ പറഞ്ഞു സില്ലി മാറ്റർ എന്ന്. അത് ശരിയാണോ എന്ന്? അവനത് സില്ലി ആയിരിക്കും. ഞാൻ ദാ ഈ കനത്തിന് ഒരു ചൂരമീൻ മേടിച്ചോണ്ട് ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് അത് കുടംപുളിയിട്ട് കറി വെച്ചിട്ട് അതിന്റെ കഷ്ണങ്ങളെല്ലാം അവന് കൊടുത്തു. അവന് ഇഷ്ടമുള്ള കഷ്ണങ്ങളെല്ലാം കൊടുത്ത്. എന്നിട്ടൊരു തല ഞാൻ മാറ്റി വെച്ചപ്പോ കുളിച്ചിട്ട് ഇറങ്ങിയപ്പോ അവൻ എടുത്ത് തിന്നേക്കുന്ന. അതിന്റെ ആവശ്യം എന്തുവാ? അവൻ ആവശ്യത്തിന് കൊടുത്തില്ല മീൻ തല. ദിൽജിത്ത്, നിങ്ങൾ എന്താണ് ഈ കാണിച്ചത്? ചണ്ണ പൊളക്കാൻ കഷ്ണം മൊത്തം നിനക്ക് തന്നില്ലേ? പിന്നെ നീ എന്തിനാണ് അവന്റെ തലയും കൂടെ എടുത്ത് തിന്നാൻ പോയത്? സാറേ, 200 കോടി ആസ്തി ഉണ്ട് എനിക്ക്. എനിക്ക് ഇവന്റെ തലയെ ലക്ഷ്യമാക്കി എല്ലാം ഞാൻ പോയത്. പിന്നെ എന്തായിരുന്നു നിന്റെ ലക്ഷ്യം? ഉമ്മിയുടെ കണ്ണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടിക്കാലത്ത് എന്റെ അമ്മ പറയുമായിരുന്നു, മീൻ തല തിന്നാൽ മീശ വരൂലെന്ന്. ആരാണ് നിന്നെ ഈ പറഞ്ഞു പറ്റിച്ചത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ? അത് സത്യമാണ്. ഹിന്ദി നടന്മാർ കണ്ടില്ലേ, ആർക്കും മീശയില്ല. അവരെല്ലാം നല്ല തലതിറ്റുകാരാണ്. ഞാൻ രണ്ടുപേരത്തും ഒരു കാര്യം പറയാം. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ട്. എന്നാ എനിക്ക് കൂടെ തലവേദന എടുക്കണം. എന്തോന്ന്? അതൊക്കെ പോട്ട് നീ എന്തിനാ ഈ മീനും കൊണ്ട് അടുക്കളക്കാർ കറി വെക്കാൻ പോയത്? ഇവിടെ ഒരു വേലക്കാരിയില്ലേ? അവളെ കൊടുത്തിരുന്നെങ്കിൽ അവള് കറി വെച്ചിട്ട് തല വേറെ ഉടല് വേറെ ആയിട്ട് രണ്ടുപേർക്ക് തരില്ലായിരുന്നോ? വേലക്കാരി എന്നെ പിണങ്ങിപ്പോയി. ഇവൻ വേലക്കാരിക്ക് എടുത്ത് ഒരു ഉമ്മ ചോദിച്ച്, അതുകൊണ്ട് അവൾ പിണങ്ങിപ്പോയി. എന്താ മിസ്റ്റർ കിരൺ ഇങ്ങനെ? വേലക്കാരെടുത്ത് ഉമ്മ തെറ്റല്ലേ? എന്റെ ഭാഗത്ത് എന്ത് തെറ്റാണ് സാർ ഉള്ളത്? ഞാൻ വേലക്കാരിയോട് ഉമ്മ ചോദിച്ചു, അവള് തരൂലെന്ന് പറഞ്ഞ്. അവള് തരൂലെന്ന് പറയുമ്പോ ഞാനല്ലേ പിണങ്ങി ഇവിടുന്ന് പോവേണ്ടത്? പിന്നെ അവളെന്തിന് പിണങ്ങിപ്പോയി? അവളെ ഭാഗത്താണ് തെറ്റ്. അത് മാത്രമാണ്. ഇവര് മീൻ വെച്ച് വിളമ്പി ആ പെണ്ണിന്റെ കൈയുടെ കുഴ തെറ്റി. അവള് മിക്കവാറും ഇപ്പൊ ജംബോ സർക്കസിൽ എന്തോ ഡാൻസ് ആയിട്ട് കളിക്കുന്നതായിരിക്കും അവള്. ഞാൻ രണ്ടുപേരുടെ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും മീൻ തിന്നാൻ അത്ര കൊതിയാണെങ്കിൽ നിങ്ങൾ വിഴിഞ്ഞത്തുനിന്ന് ഡയറക്റ്റ് മീൻ ഇറക്കുന്ന ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ടല്ലോ, അവിടെ നിന്ന് കൊണ്ടെടുത്ത് കഴിച്ചൂടാ? അത് നേരത്തെ പൂട്ടിയില്ലേ സാറേ? എങ്ങനെ പൂട്ടാതിരിക്കും? തല മൊത്തം വെട്ടി തിന്നു കഴിഞ്ഞാൽ ബാക്കി ആര് മേടിക്കാൻ ആര് വരും? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു തല മാത്രം കഴിച്ചാണ് ഇവിടുത്തെ വലിയ വിഷയം? അതല്ല വിഷയം. പിന്നെ രാത്രിയാകുമ്പോ മീൻ തിന്നിട്ട് അതിന്റെ മുള്ളം കൊണ്ട് ടെറസിന്റെ മുകളിൽ കയറും. എന്നിട്ട് ക്ലാർനെറ്റ് വായിക്കുന്നതൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ തിന്ന് എന്നെ കാണിക്കും. അത് കൊതി വരുമോ ഇല്ലയോ? എത്ര പണക്കാരനായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അവന് കൊതി വരുമോ? സാറേ, എന്നെ മാത്രം കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നല്ല ഒന്നാമത്തെ ഒരു ഫിഷിംഗ് ബോട്ട് ഉണ്ടായിരുന്നു. ഇവൻ നടുക്കടലിൽ വെച്ച് ബോംബ് വെച്ചിട്ട് പൊട്ടി തെറിപ്പിച്ചു വന്ന്. എന്താ കിരൺ, പണത്തിന്റെ കുന്തൊളിപ്പ് കാണിക്കാൻ പറ്റിയ സമയമാണോ ഇത്? അതിന് കാരണമുണ്ട്. സാറൊന്ന് മനസ്സിലാക്കണം. ചൂരമീനും കൊണ്ടുവരാമെന്ന് പറഞ്ഞാണ് ഒരു ബോട്ട് ഇവിടുന്ന് പോയത്. നെത്തോലിയും കൊണ്ടുവന്നാ പൊട്ടിക്കൂല ആരായാലും. കിരൺ, കൂളാവ്. വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫാമിലിയാണ് നമ്മുടെ. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു. റെപ്യൂട്ടഡ് ഫാമിലിയെ ശ്രദ്ധിക്കുന്ന റബ്ബർ വെട്ടേരാ. ഒരു മര്യാദ വേണ്ടേ? പണക്കാരി ഇവിടെ ജീവിക്കട്ടേടാ. ഭാഗ്യത്തിനാണ് അവൻ ചാവാത്തത്. അതിന് സാറ് പേടിക്കേണ്ട ആവശ്യമില്ല. ഇവന് പണ്ടേ ഉന്നമില്ല. ഇവൻ മാങ്ങ എറിഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ വീഴുന്ന വരും. അത്യാവശ്യം നല്ല പ്രശ്നത്തിലാണ് പുള്ളി. അതുകൊണ്ട് ദിൽജിത്തിനോട് ഞാൻ സംസാരിക്കാം. നിങ്ങൾ തമ്മിൽ ടൈപ്പ് ആവണം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കുഴി അവൻ തന്നെ എടുക്കണം. എന്തിന്? നിങ്ങൾ ഇപ്പൊ തൈ വെക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ ചോദിക്കട്ടെ, ഈ തൈ വെക്കുന്ന മാവിന്റെ ആണോ പ്ലാവിന്റെ ആണോ? ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24, വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ. 9001 ടൈ വെക്കണമെന്ന് പറഞ്ഞപ്പോ അല്ല, എങ്ങനെ ടൈ വെക്കും? യവന്റെ മീന്തല കൈവച്ചെന്ന് പറഞ്ഞ തവിക്കണക്കിന്റെ കൈ അടിച്ചോടിച്ചില്ലേ? രണ്ടുപേരും കേൾക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. 1990-ൽ ചൈനയിൽ ചിങ് ചുവ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരൻ ഒരു പുസ്തകം എഴുതി. നിങ്ങളെ പോലെ രണ്ടുപേരുടെ കഥ പറയുന്നുണ്ട്. ഇതുപോലെ രണ്ടുപേരും പടക്കം കാരണം മാറി നിന്ന് ഒരു ലീഗൽ അഡ്വൈസർ വന്ന് അവസാനം ആ സ്വത്ത് മുഴുവൻ അയാളുടെ തലയ്ക്ക് എഴുതി വെച്ചിട്ട് മറ്റോമാർ രണ്ടും എങ്ങോട്ടോ പോയി. വേണമെങ്കിൽ ഓളി നമ്പർ 4 എടുത്തു വായിച്ചു നോക്ക്. നല്ല ഓളിയത്തിൽ എന്നെ വിളിപ്പിക്കരുത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ വീട് പേരുടെ മെടക്കി എന്റെ മുഖത്ത് നോക്കി ചോദിക്കണം. ചൈനക്കാരുടെ കഥ പറയേണ്ട കാര്യം തോന്നുന്നു. അപ്പൊ നിങ്ങൾ തമ്മിൽ കോംപ്രമൈസ് ആവൂല? ഇല്ല, നോ കോംപ്രമൈസ്. ഒരു മര്യാദ എന്നൊന്നും സാധനം ഇല്ല. ഇല്ല, മധ്യ തിരുവിതാംകൂറിന് തീർക്കാൻ പറ്റാത്ത വിഷയമൊന്നും ഇല്ലല്ലോ. മനസ്സിലായില്ല? കിരൺ ഇവിടെ വരൂ. എങ്ങനെ കഴിക്കോ?
പിന്നെ കഴിക്കുന്ന ടീമല്ലേ? ആന്റിക്യൂട്ടി. ആന്റിക്കുട്ടിയിലെ കുപ്പിയിലെ ജവാൻ. മാറിപ്പോ. മാറ്റി മാറ്റി. ജാക്ക് ഡാനിയൽ. ഏ? ജാക്ക് ഡാനിയൽ. വിശ്വസിക്കാമോ അതോ ഞാൻ മണപ്പിക്കണോ? എന്റെ കുടിച്ച് ചത്ത അച്ഛ സത്യം ഇത് ജാക്ക് ഡാനിയൽ. ഒഴിക്ക. മര്യാദ എന്ന് പറഞ്ഞ സാധനമാണ് വേണം ഒരു മനുഷ്യൻ. എന്തോ കാണിക്കാൻ പോകുന്നു? എന്ത്? പാർട്ട്ണർ അവിടെ മാറി നിൽക്കുന്നുണ്ടോ? അവനോട് വിളിച്ചൊരു പെഗ് കൂട്. മീന്തലക്കൊതിയാ വാടാ വെറുതെ. നീന്തലക്കൊതിയാ? പിന്നെ നിന്റെ പാർട്ട്ണറാണ് അവൻ. അവനോട് അങ്ങനെയല്ല സംസാരിക്കാനുള്ളത്. ഒന്നുമില്ലേലും വലിയൊരു കോടീശ്വരനല്ലേ നീ. അല്പം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. മര്യാദയ്ക്ക് പോയി വിളിയടാ അവനെ. എക്സ്ക്യൂസ് മീ. ദിൽജിത്ത്. ചൂപ്പടെങ്കിൽ ഒന്ന് പറയണം. ചൂപ്പടാ. വക്കീലാണ് വിളിച്ചേട്ടാ ചൂപ്പടയെന്ന്. 200 കോടി ആസ്തിയുള്ള എന്നെ വിളിക്കുന്നത് ചൂപ്പടയെന്ന്. ഞാനല്ലടാ ചൂപ്പട, നീയാണ്ടാ ചൂപ്പട. എടാ എന്റെ സ്വന്തം പേര് ഒരു അമ്പലം തന്നെ. എന്നെ ചൂപ്പടാന്ന് വിളിച്ചേക്കുന്നത്. ചൂപ്പട ഈ കോടീശ്വരന്റെ എന്താണ് അവന്റെ മുഖത്ത് നോക്കി വിളിച്ചത്? ചൂപ്പടാന്നാ? എനിക്ക് അങ്ങനെ തോന്നി അവന്റെ മുഖത്ത് നോക്കി വിളിക്കാൻ ചൂപ്പടാന്ന്? ഞാനിത് കഴിച്ചിട്ട് കഴിക്കാൻ പറ്റേ. ചൂപ്പടയിൽ അർത്ഥം പറഞ്ഞ് നീ കഴിച്ചാ മതി. ചൂപ്പട എന്ന് പറഞ്ഞാൽ അത്ര വലിയ വിഷയമൊന്നുമില്ല. പണ്ട് യുദ്ധങ്ങളിലുണ്ടായിരുന്നു. പണ്ട് പുരാണ കാലത്ത് കാലാൾപ്പട കയ്യാൾപ്പട മൂന്നാമത് ഇറങ്ങുന്ന ടീമാണ് ചൂപ്പട. അറിയാവോ? അവർ യുദ്ധത്തിന് ഇറങ്ങി കഴിഞ്ഞാൽ ജയിക്കും. അങ്ങനെ വിളിച്ചോ കുഴപ്പമില്ല, അടിപൊളിയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, അതൊന്നും പറഞ്ഞിരിക്കാതെ കോംപ്രമൈസ് ചെയ്യാൻ നോക്ക്. ഇല്ല ഇല്ല ഇല്ല. അപ്പൊ ബിരിയാണി തന്നെ തീരുമാനിച്ചേണ്ടി വരും. ബിരിയാണി തന്നെ തീരുമാനിച്ചു. ഓക്കെ, നിനക്ക് ആരെങ്കിലും വിളിക്കാണെങ്കിൽ വിളിച്ചറിയിക്കും. എന്നാ അറിയാലോ എന്റെ കാര്യങ്ങൾ നോക്കുന്നത് ഗ്രാൻഡ് പാപ്പയാണ്. ഗ്രാൻഡ് പാപ്പയെ വിളിക്കാൻ. വിളിക്ക. പപ്പാ പപ്പോ ഒരു എന്തോ ആണല്ലേ? പപ്പ പട്ടായയിലേക്ക് പോവാണ്. തിരിച്ചു വന്നേച്ച് എന്നെ വിളിക്കാന്ന് പറഞ്ഞു. തിരിച്ചു വരുമ്പോ പുള്ളി ഒരു തീരുമാനം പറയുമല്ലോ. അപ്പൊ നമുക്ക് അതനുസരിച്ച് നീങ്ങിയാ പോരെ? അത് നടക്കൂല. 25 വയസ്സും വലിവും വെച്ചോണ്ട് ആ പട്ടായയിലേക്ക് മിക്കവാറും വണ്ടിയും വിളിച്ച് നമ്മൾ പട്ടായയിലേക്ക് പോകേണ്ടി വരും. നിനക്ക് ആരെങ്കിലും ചോദിക്കാനുണ്ടോ? എനിക്ക് വേറെ ആരോടും ചോദിക്കില്ല. എന്റെ സ്വന്തം ഭാര്യ അടുത്ത് മാത്രമേ ചോദിച്ചാളൂ. സൂസന്ന. ശരി. സൂസന്ന ഒരു വീട് വാങ്ങാൻ പറഞ്ഞു, ഞാൻ തേടി നടന്നു, വീട് വാങ്ങിച്ചു. സൂസന്ന ഒരു കാർ വാങ്ങാൻ പറഞ്ഞു, ഞാൻ തെരഞ്ഞു നടന്നു, കാർ ഞാൻ വാങ്ങിച്ചു. കുട്ടികൾ ഇല്ല. അത് തേടി നടന്നിട്ട് കാര്യമില്ല. സൂസനായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കണം. അല്ല യവജനെ കളിയാക്കുന്നല്ലേ? യവൻ കല്യാണം കഴിക്കാത്തോടെ യവജന സംസാരിക്കുന്നത്. ഞാൻ നല്ല ഒരു തറവാട്ടി പറഞ്ഞ ഒരു പെണ്ണിനെ പെണ്ണ് കാണാൻ കൊണ്ട് കാണിച്ചവനാ. ഇവനത് വേണ്ട. നല്ല തറവാടിയായ പെങ്കൊച്ച്, ഭയങ്കര തറവാടി തന്നെ. ഈ പെണ്ണ് കാണാൻ കൊണ്ടുവന്ന ആരാണ്? പോലീസ് മാമൻ. ഞാൻ ഇവിടെ കാണാൻ പോയ സമയത്ത് ഞാൻ ചെന്ന് പറഞ്ഞു, പോലീസ് മാമൻ പറഞ്ഞിട്ട് ആ കൊച്ചെ ഞാൻ വരുന്നെന്ന്. പോലീസ് എന്ന് കേട്ടത് മഴവെള്ളത്തിന്റെ പൈപ്പ് വഴി ഊന്നിറങ്ങി അവൾ എങ്ങോട്ടാ ഓടി. അവളാണ് തറവാടിക്ക. അത് മനസ്സിലാക്കണം. നിനക്ക് അങ്ങനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നീ എന്റെ അടുത്ത് പറയാത്തത്. എന്റെ കുടുംബത്തിലുണ്ടല്ലോ ഒരു പെങ്കൊച്ച്, അവളാണെങ്കിൽ നന്നായിട്ട് പാട്ടും പാടും. എന്നാ നമുക്ക് ആലോചിക്കാം. പാട്ട് നിനക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. അവള് 10 വെളുപ്പിനൊക്കെ പാടും, ഭയങ്കര രസമാണ്. അങ്ങനെയാണെങ്കിൽ ആ പെണ്ണായിട്ടുള്ള ഒരു ആലോചന വേണ്ട. നമ്മൾ ജോലിയും കഴിഞ്ഞ് വന്നിരുന്ന് ഉറങ്ങുന്ന 10 വെളുപ്പിന് എണീച്ചത് ഭാര്യ. അതെങ്ങനെ ശരിയാ? അതല്ല പറഞ്ഞത്. വെങ്കലത്തിലെ പാട്ട്. വെങ്കലത്തിലെ പാട്ടാ? എങ്ങനെയാണെങ്കിൽ എനിക്ക് മറ്റേ കൊച്ചിനെ കിട്ടിയാ പോരെ? അവള് ചരുവത്തിനകത്ത് തലയിട്ട് പാടൂലേ? പിന്നെ വെങ്കലത്തിനകത്ത് പാടുന്ന പെണ്ണ് എന്തിനാ എനിക്ക്? എന്നാ നിന്റെ മനസ്സിലുള്ള സങ്കല്പം പറ. എന്റെ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തലക്കറി വറുത്തരച്ച് വെക്കുന്ന ഒരു പെങ്കൊച്ചായിരിക്കണം. മാത്രമല്ല ഈ നാടൻ കോഴി ചെറിയ ഉള്ളിയിട്ട് പെരട്ടി വെക്കുന്ന ഒരു പെങ്കൊച്ച് എനിക്കിഷ്ടം. അങ്ങനെയാണെങ്കിൽ ഷാപ്പിലെ വെപ്പാരം മണിയെ കെട്ടടാ നീ. പിന്നെ ചിക്കൻ കറി വെക്കണം. ഞാൻ രണ്ടുപേരോട് ഒരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഈ ബിസിനസ് കെട്ടിപ്പൊക്കുന്നത്. നിങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യും? എന്റെ ബിസിനസ് ഞാൻ മറ്റൊരു ബിസിനസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്ത് ബിസിനസ്? ഇവിടുന്ന് കാളകളെ നമ്മൾ തായ്ലാന്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാണ് ഞാൻ. അങ്ങനെ നീ മാത്രം ചെയ്താൽ ഞാൻ വരത്തില്ല. നിന്നെ ഞാൻ വിളിക്കൂലല്ലോ. അത് വണ്ടിയിൽ സ്ഥലമില്ല, കാളകളെ ഫില്ലല്ലേ. എടാ നീയൊക്കെ തുടങ്ങി വെച്ച ബിസിനസ് എല്ലാം പൊളിഞ്ഞോണ്ടിരിക്കുക. നീയൊക്കെ തുടങ്ങി വെച്ചൊരു സ്കൂള്, അവിടെ പിള്ളേരില്ല. രക്ഷകർത്താക്കളെ വിളിച്ചു കൂട്ടി ഒരു മീറ്റിംഗ് വെക്കാന്ന് പറഞ്ഞാൽ വരുന്ന രക്ഷകർത്താക്കൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തു വിടണ്ടേ? എന്ത് ഗിഫ്റ്റ് കൊടുത്തു വിടും? അതിന് എന്റെ ഒരു നല്ലൊരു ഐഡിയ ഉണ്ട്. ഈ വരുന്ന അച്ഛനമ്മമാർക്ക് നമ്മളൊരു നല്ലൊരു ചൂരക്കറി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വരും. പക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ ഒരു കൊച്ചിന് 5 തന്താരം വെച്ച് വരും. ചൂരക്കറി ഭയങ്കര ഇഷ്ടമല്ലേ മലയാളിയൊക്കെ? എടാ ഈ ചൂരത്തലയും ചൂരക്കറിയും നിൽക്കുമ്പോൾ നിനക്ക് എന്താ ഇത്ര ഒരു ഇത്? അതല്ല, ചൂരത്തല എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ അടിയിൽ ഒരു നിർഗുള വരും. ഇങ്ങനെ ഇരച്ച തുമ്പിച്ചിന്റെ കുടലിലൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നൊരു ജലധാര വരും. അതിനെ വക്കീൽമാരെ ഭാഷ പറയുന്നത് എന്തെന്നറിയുമോ? മുതുക്ക് കൊതി. അല്ലെങ്കിൽ പിന്നെ നീ ഈ വർത്താനം പറയൂ. അതല്ല ഞാൻ ബുദ്ധിയില്ലാത്ത രണ്ടെണ്ണം. നിങ്ങൾക്കൊക്കെ പണം മാത്രമേ ഉള്ളൂ, ബുദ്ധിയില്ല. കാക്കയുടെ ബുദ്ധിയെങ്കിലും വേണം. കാക്കയുടെ ബുദ്ധി. കാക്കയുടെ ബുദ്ധിയാ? കാക്കയ്ക്ക് എന്താ ബുദ്ധി? പണ്ടൊരു കാക്ക പറന്ന് വന്ന് വെള്ളം കുടിക്കാൻ നോക്കുമ്പോ ഒരു കുടത്തിന്റെ അടിയേറ്റത്ത് ഇച്ചിരി വെള്ളമുണ്ട്. കല്ല് പറക്കിയിട്ട് കാക്ക വെള്ളം മുകളിലെത്തിച്ചിട്ടാണ് ചുണ്ടുകൊണ്ട് വലിച്ചു കുടിച്ചത്. അറിയാമോ? അതറിഞ്ഞൂടെ എനിക്ക്. അതാണ്. അപ്പൊ അത് കാക്ക ബുദ്ധിയുള്ള കാക്കല്ല, അതാണ് മണ്ടൻ കാക്ക. മണ്ടൻ കാക്ക എന്ന് ഞാൻ പറയൂ. മണ്ടൻ കാക്ക. പിന്നെ ഈ കല്ല് പറക്കിയിടുന്ന സമയം ഉണ്ടെങ്കിൽ ബീന ബേക്കറി പോയി ഒരു സ്ട്രാ കൊത്തി എടുത്തുകൊണ്ട് വന്ന് അതിന് കുത്തി കുടിച്ചൂടെ? അതെന്തിന് കല്ല് പറക്കിടാൻ പോയത്? മണ്ടൻ കാക്ക.
ഈ ബീന ബേക്കറിൽ ഈ കാക്ക ചെല്ലുമ്പോഴത്തേക്ക് അന്ന് ഞായറാഴ്ചയാണെങ്കിൽ ബീന ബേക്കറി തുറക്കൂല. പിന്നെ എങ്ങനെയാണ് സ്റ്റാ കിട്ടുന്നത്? രണ്ട് മണ്ടന്മാരും മണ്ടത്തരം പറഞ്ഞ ഒരു കാര്യം പറയട്ടാ. ആ. നിങ്ങൾ രണ്ടുപേരും കൂടെ 10,000 രൂപയ്ക്ക് തുടങ്ങിയ കുടംപുള്ളിയുടെ ബിസിനസ് ഇന്ന് 2.5 കോടിക്ക് ടേൺ ഓവറാണ് വർഷം. അതുപോലെ രണ്ടുപേരും കൂടെ 10,000 രൂപയ്ക്ക് തുടങ്ങിയ പാക്കിന്റെ ബിസിനസ് അതൊക്കെ തളിച്ച് വളർന്നു. നിജാംബാഗ് കമ്പനിക്കാർ ഒരു താടിക്ക് കൈ കൊടുത്തു. അത്രയും വലിയ ബിസിനസ് ആണ്. 2,500 പേർക്ക് നിങ്ങൾ ഒരേ സമയം ജോലി കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നു രണ്ടുപേരും കൈ കൊടുറ. ഇല്ല ഇല്ല നോ പറയുന്ന കേക്ക് അങ്കിളാ പറയുന്ന കൈ കൊടുക്കാം. നോ നടക്കില്ല. കൈ കൊടുക്കാൻ പറഞ്ഞ കൈ കൊടുക്കണം. ചട്ടുവം പഠിപ്പിച്ച് ചന്തി വെച്ചേരും കൊറ കൈ. ഓക്കെ സാറ് പറഞ്ഞോണ്ട് മാത്രമാണ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ പറയാൻ നിൽക്കൂല. എവനായിട്ട് ഒരു ബിസിനസ്സും വേണ്ടെന്ന് വിചാരിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. സാറേ ഞാൻ ഇനി എവനായിട്ട് ഒരു ബിസിനസ്സിനും തയ്യാറല്ല. അതെല്ലാം പറഞ്ഞ് തീർത്തല്ലേ? ഇന്നലെ മീൻകറിക്ക് വേണ്ടി ഞാൻ അരി ഉണ്ടാക്കിയെങ്കിലേ ഇന്ന് കോഴിക്കറിക്ക് വേണ്ടി അരി ഉണ്ടാക്കണം. അവൻ കോഴിക്കറി എവിടെ തിന്നിട്ട് വന്നിരിക്കണം സാർ മണപ്പിച്ചു നോക്കിയേ.